ഹായ് എവരി വൺ, ശിവദ ടാരോട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ടോപ്പിക്ക്, നിങ്ങളുടെ വ്യക്തി, നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്ന വ്യക്തി, അല്ലെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തി, അവർ മനസ്സുകൊണ്ട് വേദനിക്കുന്നുണ്ടോ, മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവരുടെ മനസ്സിലെ അവസ്ഥ എന്താണ്, അവർ ഏത് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്, യൂണിവേഴ്സ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഇവിടെ ഓവറോൾ എനർജി വന്നത് 7 ഓഫ് പെന്റിക്കിളിന്റെ എനർജിയാണ്. 7 ഓഫ് പെന്റിക്കിളിന്റെ എനർജി എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ചെയ്തു പോയ തെറ്റിൽ അവർ ദുഃഖിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. അവർ എന്താണ് ഇനി ചെയ്യേണ്ടത്, ഇതിന് എന്ത് ചെയ്താലാണ് ഇത്തരം ഈ സിറ്റുവേഷനിൽ പുറത്ത് കടക്കാൻ കഴിയുക എന്ന് ആലോചിച്ചിരിക്കുന്നു. ജീവിതം എന്ന് പറയുന്നത് ഒരു സങ്കീർണമായൊരു അവസ്ഥ തന്നെയാണെന്ന് ആ വ്യക്തി മനസ്സിലാവുന്നുണ്ട്. ആ വ്യക്തി എന്തെങ്കിലും ചെയ്തു പോയ തെറ്റുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പഴയതുപോലെ മുമ്പേ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് ആ ഒരു സ്നേഹത്തോടെ തന്നെ ഇനിയും ജീവിക്കണം എന്ന് ആ വ്യക്തി മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ജീവിതം തിരിച്ചു കിട്ടുമോ എന്ന് ആലോചിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന, അവർ ചെയ്ത തെറ്റിൽ അവർ വേദനിക്കുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു ദൃഢമാകണമെന്ന് ആ വ്യക്തി ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്നെങ്കിലും ഒന്ന് ശരിയായ സമാധാനപരമായ ജീവിതം കിട്ടും എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരു ജീവിതമാണ്. എന്തുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ അല്ലാത്ത ജീവിതം ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പാസ്റ്റ് ലൈഫിലെ ആ ഒരു ജീവിതം അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഇത്തരം സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്ന് നിങ്ങളെ കോൾ ചെയ്യാനോ മെസ്സേജ് അയക്കാനോ നിങ്ങളെ കാണാനോ മനസ്സ് തുറന്ന് സംസാരിക്കാനോ മനസ്സിലെ വിഷമങ്ങൾ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗിളിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കും എന്ന് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിന്തിക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റണം എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോഴത്തെ ഈ പ്രശ്നം കാരണം ഒന്നിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നിവിടെ മനസ്സിലാകുന്നുണ്ട്. ആ ഒരു ദുഃഖവും വേദനയും പേറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാകാൻ സാധിക്കുന്നത്. ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, അവർക്ക് ഒരു മെച്യൂരിറ്റി കുറവായിരുന്നു, അതുകൊണ്ട് പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ പോയി. ഓരോരുത്തർക്കുള്ള മൂല്യം എന്താണ് എന്ന്, സ്ഥാനം, വില, നില എന്താണ് എന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി എന്ന് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. ആ വിഷമങ്ങളെല്ലാം മനസ്സിലൊതുക്കി മുന്നോട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി പോകുന്ന ഒരു വ്യക്തിയെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഉള്ളിലുള്ള വിഷമം പുറമെ ആരെയും അറിയിക്കുന്നില്ല എന്ന് ആണ് ഇവിടെ മനസ്സിലാകുന്നത്. കാരണം അവർ വേദനിക്കുന്നത് മറ്റാരും അറിയണ്ട എന്നുള്ള ഒരു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അവരുടെ വിഷമം മറ്റാരും അറിയരുത്, ആ വിഷമം അവർക്ക് സ്വന്തമായിട്ടുള്ളതാണ്, അവർ അനുഭവിച്ച് തീർക്കേണ്ടതാണ് എന്ന് അവർ സ്വയം മനസ്സിലാക്കുന്നുണ്ട്. പാസ്റ്റിലെ നിങ്ങളുമായുള്ള ഓർമ്മകളിൽ അവർ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നതായിട്ടിവിടെ കാണാൻ സാധിക്കുന്നു. കാരണം ഇപ്പോൾ അനുഭവിക്കുന്നത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് സന്തോഷപ്രദമായ സാഹചര്യത്തിലാണെങ്കിലും കൂടി അവർ ഉള്ളുകൊണ്ട് ഒരുപാട് വേദനിക്കുന്നതായിട്ട് കാണും. ഒരുപാട് സ്ട്രഗിളിങ് അനുഭവിക്കുന്നു, പല നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവർ സന്തോഷം, പുതിയ തുടക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പുതിയ ജീവിതത്തിലേക്ക് കടക്കണം, അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പുറമെ ഇവിടെ വിഷമങ്ങളോ വേദനകളോ മറ്റുള്ളവരെ അറിയിക്കുന്നില്ല. അവർ കളിയും ചിരിയുമായി നടക്കുന്നു എന്നിവിടെ കാണുന്നുണ്ട്. ഈ വ്യക്തിക്ക് മുന്നോട്ട് വരണം, നിങ്ങളിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ സാഹചര്യം അനുവദിക്കുന്നില്ല, തടസ്സങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് അത്തരമൊരു സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ടാണ് ഈ മാനസിക വേദന മറ്റുള്ളവരെ അറിയിക്കാതെ അവർ സ്വയം ഉള്ളിലൊതുക്കി മറ്റുള്ളവരുടെ കൂടെ കൂടി സന്തോഷവും കളിയും ചിരിയുമായി നടക്കുന്നത്. പക്ഷെ അവരത് പുറമെ മാത്രമാണ് കാണിക്കുന്നത്, ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും
നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളാണ് അവരുടെ എല്ലാം എല്ലാം എന്ന് അവർ സ്വയം തിരിച്ചറിയുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പൂർണ്ണമായി വിട്ടു മാറുമ്പോഴാണ് അവർക്ക് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം നിങ്ങളെക്കുറിച്ച് മനസ്സിലാകുന്നതും നിങ്ങളുടെ എനർജി കിട്ടാതാവുമ്പോഴാണ് അവർ നിങ്ങളിലേക്ക് വരാൻ തോന്നുന്നതും നിങ്ങളുടെ സ്നേഹം അവർക്ക് ആവശ്യമായി വരുന്നതും. പാസ്റ്റിലെ ഓർമ്മകൾ അവരെ ഒരുപാട് വിഷമത്തിലാക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. ആ പാസ്റ്റിലുള്ള കുറെ നല്ല നല്ല മെമ്മറീസ് ഉണ്ടാവും. ആ ഒരു മെമ്മറീസിൽ അവർ സന്തോഷിക്കുന്നതായും ഒരുമിച്ചുള്ള ഒരു സന്തോഷകരമായ കുറെ മൊമെന്റ്സ് ഉണ്ടാവും. അതിലൊക്കെ അവർ സന്തോഷിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് അവരുടെ ജീവിതത്തിൽ ആകെയുള്ള ഒരു സന്തോഷം എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴവർ നിൽക്കുന്നത് ഇമോഷണലി അറ്റാച്ച്ഡ് അല്ലാത്ത വ്യക്തികളുടെ കൂടെയാണെന്നാണ് കാണുന്നത്. സ്വന്തം കാര്യം മാത്രം കാണാനും അതിന് മുന്നോട്ടുള്ള ജീവിതം അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടത്തുന്ന വ്യക്തികളുടെ കൂടെയാണ് ജീവിക്കുന്നത്. മാനസികമായിട്ട് മറ്റൊരു അടുപ്പവുമില്ല. ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, എന്തെങ്കിലും ചെയ്യാനുള്ളത് ചെയ്യുക, അത്ര തന്നെ. അങ്ങനെ ഒരു ജീവിതമാണ്. കുടുംബം മുഴുവൻ നോക്കി നടത്തേണ്ടത് എല്ലാ കാര്യങ്ങളും, ആ വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ടെങ്കിലും ആ വ്യക്തിയിൽ നിന്നോ കൂടെ നിൽക്കുന്നവരിൽ നിന്നോ ഈ വ്യക്തി ആഗ്രഹിച്ച രീതിയിലൊരു സ്നേഹമോ സന്തോഷമോ ഒരു പരിഗണനയോ ഒന്നും ഈ വ്യക്തി കിട്ടുന്നില്ല എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഞാൻ എന്തിനാ ഇത്രയധികം കഷ്ടപ്പെടുന്നത്, ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം, ഒരു ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടാതെ ഒരു എന്നും കഷ്ടം തന്നെയാണല്ലോ, ജീവിതത്തിൽ എന്തൊരു വിധിയായി പോയി എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്, മുന്നോട്ട് കടക്കാൻ ഇത് ഒരു ഒരുപാട് സ്ട്രഗ്ലിംഗ് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണാൻ സാധിക്കും. സ്ട്രഗ്ലിങ്ങിന്റെ അവസാന ഘട്ടമാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുറത്തേക്ക് വരാനുള്ള ഒരു വ്യക്തി ഒരു സന്തോഷിക്കാനുള്ള ഒരു സമയം ഈ വ്യക്തിയിൽ വരുന്ന ഒരു അവസരം യൂണിവേഴ്സായിട്ട് ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇപ്പോൾ ഒരുപാട് സ്ട്രഗ്ലിംഗ്, ഇതിന്റെ എൻഡിങ് ആണ് അനുഭവിക്കുന്നതിന്റെ നിൽക്കുന്ന സാഹചര്യവും ഈ വ്യക്തിക്ക് അനുകൂലമല്ല എന്നിവിടെ കാണുന്നുണ്ട്. അവിടെ സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുന്ന വ്യക്തികളുടെ കൂടെയാണ്, ഈ വ്യക്തിയുടെ എനർജിയുമായി ചേരാത്ത വ്യക്തികളുടെ കൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഒഴിവാക്കണം എന്ന് തന്നെ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന വ്യക്തികളായിരിക്കും, ഫ്രണ്ട്സോ ഫാമിലി ആരാ കൂടെ ഉള്ളത് വെച്ചാൽ അത്തരം വ്യക്തികളെ ആയിരിക്കാം അവർ മാറ്റി ചിന്തിക്കുന്നു. പല മാറ്റങ്ങളും കൊണ്ടുവരണം, പുതിയ ജീവിതത്തിലേക്ക് കടക്കണം എന്ന് ആ വ്യക്തി സ്വയം തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലായത് കൂടെയുള്ളവരെ പറ്റിയും നിങ്ങളെ പറ്റിയൊക്കെ ഒരു തിരിച്ചറിവുണ്ടാകുന്നത് ഇപ്പോഴാണ്. അപ്പം മറ്റുള്ളവർ തെറ്റായ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിച്ചിട്ട് തെറ്റായ ഓരോ ഇൻഫർമേഷൻ കൊടുത്ത് ഈ വ്യക്തിയെ മനസ്സ് മാറ്റിയെടുത്തതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ വ്യക്തിയിൽ പല മാറ്റങ്ങളും ഉണ്ടായി നിങ്ങളിൽ നിന്ന് അകന്നു പോയതും ഇത്തരം ഒരു പ്രവൃത്തി കൊണ്ടാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്ന് ഇപ്പോഴാണ് അവർക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് എന്നാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട്, അവർ മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കുന്നുണ്ട് നിങ്ങളോട്. അപ്പം നിങ്ങളുടെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു സമയമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്കുള്ള സ്ഥാനം, നില ഇതൊക്കെ എന്താണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഈ വ്യക്തിക്ക് ഇപ്പോഴുള്ളത്. അതിങ്ങനെ ഒരു പ്രശ്നം മൂലമാണ് ഈ വ്യക്തിക്ക് സാഹചര്യ റിലേഷൻഷിപ്പ് ആ കാരണം കൊണ്ടാണ് ഇത് മനസ്സിലായത് എന്ന് മനസ്സിലാകുന്നുണ്ട്. ജീവിതത്തിൽ കാർമ്മികമായ കാര്യവും ജീവിതത്തിലുടനീളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിന് മറ്റൊരു ഭാഗവും ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക്. ഇപ്പോൾ ഇത് ഒരു ഭാഗം മാത്രമല്ല, ജീവിതത്തിന് മറുപുറവും ഉണ്ട് എന്ന് മനസ്സിലാക്കിയതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവർക്ക് സ്വയം ഒരു ബോധം വരുന്ന ഒരു സാഹചര്യമാണ്. ചീറ്റിംഗ് കിട്ടി എന്ന് ഉള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. കാരണം ഈ വ്യക്തി എത്ര വലിയ ഒരു പവറുള്ള വ്യക്തിയാണെങ്കിൽ നല്ല പവറുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. എല്ലാ കഴിവും, നല്ല വിദ്യാഭ്യാസവും ജോലിയും, ഒരു മിതമായ സംസാരം, എല്ലാവരും ഒരു റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ വ്യക്തി മറ്റുള്ളവരുടെ വാക്കുകളിൽ വീണ് മറ്റുള്ളവർ മാനിപ്പുലേറ്റ് ചെയ്ത് അത് അവർ വിശ്വസിച്ച് അതുകൊണ്ടാണ് ജീവിതത്തിൽ പ്രശ്നമുണ്ടായത് എന്ന് അവർക്ക് സ്വയം തോന്നി തുടങ്ങുന്ന ഒരു സമയമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്, ഇനി ഇങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ല, ഇനി എനിക്ക് മുന്നോട്ട് പോയേ മതിയാകൂ,
എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം, സ്വയം തീരുമാനമെടുക്കണം. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ജീവിതത്തിലുടനീളം പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇനി സ്വയം തീരുമാനമെടുക്കണം, എല്ലാം എൻ്റെ കൺട്രോളിൽ വരണം, ഞാൻ ആഗ്രഹിച്ച രീതി എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തോന്നൽ ഈ വ്യക്തിയിൽ വന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെയുള്ളവരെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇവരിൽ എല്ലാ പവറും കഴിവുള്ള വ്യക്തിയാണ്, പക്ഷെ അവര് ആ പവർ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഇന്നിപ്പം ഈ വേദന ആ വ്യക്തി അനുഭവിക്കുന്നതെന്ന് തിരിച്ചറിവ് ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി ഈ ജന്മത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കണം എന്ന് തന്നെ വിചാരിക്കുന്നതായിട്ട് കാണും. മനസ്സുകൊണ്ട് അങ്ങനെ തന്നെ വിചാരിക്കുന്നുണ്ട്. എല്ലാത്തിലും നിന്ന് എനിക്ക് പുറത്ത് കടന്നേ മതിയാവൂ എന്ന് ചിന്തിക്കുന്നുണ്ട്. എല്ലാ കാര്യവും മനസ്സിലാക്കി അറിഞ്ഞും പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ കാര്യത്തിനും ഓരോരോ വ്യക്തികൾക്കും എല്ലാത്തിനും അതിൻ്റെതായ മൂല്യമുണ്ട് എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാർമികമായ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി കുറച്ച് സ്പിരിച്വൽ ജേർണിയിലൂടെയൊക്കെ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരുപാട് കാർമികമായ കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്ത് കൂട്ടണം. അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ ജേർണി കൂടെ പോകണം. അപ്പൊ അതിന് കുറച്ച് സമയമെടുക്കും. അപ്പൊ ഇത്തരം ഈ അവസ്ഥകൾ, ഈ കാർമികമായ സിറ്റുവേഷൻ സ്പിരിച്വൽ ജേർണിയിലൂടെ പോയി പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞും മനസ്സിലാക്കി മനസ്സിനെ ഹീൽ ചെയ്തും ഒക്കെ നിങ്ങളിലേക്ക് ആ വ്യക്തി തീർച്ചയായിട്ടും തിരിച്ചു വരും എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ജസ്റ്റിസിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി. ജസ്റ്റിസ് എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് അനുകൂലമായിട്ട് മനസ്സിന് സന്തോഷം നിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ജസ്റ്റിസ് ആണ് ഇവിടെ കാണുന്നത്. മനസ്സിന് സന്തോഷം വരുന്ന രീതിയിൽ, ആ വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജസ്റ്റിസ് വേണം, ജസ്റ്റിസ് കിട്ടണം എന്ന് തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തി ആരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ, എവിടെ നിൽക്കുകയാണെങ്കിലും ഈ വ്യക്തിക്ക് ആ വ്യക്തി മനസ്സിൽ ആഗ്രഹിച്ച രീതിയിൽ ഒന്നും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവിടുന്ന് ആ വ്യക്തി മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങളെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാണുന്നത്. ഹാങ്ഡ് സിറ്റുവേഷൻ ആണ്. ആ വ്യക്തിക്ക് നല്ല ബുദ്ധിയും കഴിവും ഉള്ള വ്യക്തിയാണ്, ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്നത് എല്ലാം മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിച്ചതിന് ശേഷം എങ്ങനെ മുന്നോട്ട് പോകാം, ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള സകല കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ രീതിയിലും ഇപ്പൊ കുറച്ചു കാലം എല്ലാം മനസ്സിലാക്കി അറിഞ്ഞും പ്രവർത്തിച്ചും ഹീൽ ചെയ്തൊക്കെ മുന്നോട്ട് പോകാം. എന്നിട്ട് എല്ലാം ശരിയായ രീതിയിൽ സമാധാനപരമായി ആഗ്രഹിച്ച രീതിയിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ പല കാര്യങ്ങളും ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തി പരാജയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇവിടെ ടവർ എനർജിയാണ് വന്നത്. അപ്പം ആ വ്യക്തി ആഗ്രഹിച്ച രീതിയിൽ ഈ ചുറ്റുപാട്, ഈ വ്യക്തി നിൽക്കുന്ന ചുറ്റുപാട് ഈ വ്യക്തിക്ക് അനുകൂലമാവുന്നില്ല. ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. നെഗറ്റീവ് എനർജി അവിടെ കാണാൻ സാധിക്കും. ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി ഒരുപാട് രഹസ്യങ്ങൾ ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് ആ വ്യക്തി ചിലപ്പോൾ പല കാര്യങ്ങളും തുറന്നു പറയാത്തൊരു വ്യക്തി, ആ വ്യക്തിയുടെ മനസ്സിലുള്ള വിഷമങ്ങളോ വേദനകളോ തുറന്നു പറയുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ചുറ്റുപാടുള്ള വ്യക്തികളുടെ എല്ലാ കാര്യവും തുറന്നു പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് എങ്ങനെ ബാലൻസിങ്ങിൽ കൊണ്ടുപോകണം, എങ്ങനെ കൺട്രോളിൽ കൊണ്ടുപോകണം എന്ന് കൺട്രോളിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ചുറ്റുപാടും ഇത്തരം നെഗറ്റീവായ സാഹചര്യത്തിൽ ഇപ്പം അത് ജോലി സംബന്ധമാകാനും സാധ്യതയുണ്ട്. ഏത് രീതിയിലായാലും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ഫാമിലിയിലായിരിക്കാം. അപ്പൊ ഫാമിലി ചിലപ്പോൾ അവിടെ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോടായിരിക്കും പല കാര്യങ്ങളും മറച്ചു. അങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാം ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരു അവസ്ഥയിലാണ്. എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്നു. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നന്നായിട്ട് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്ന ഒരുപാട് വേദന അനുഭവിച്ചുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഹീലിംഗ് ആവശ്യമാണ്. ആ ഹീലിങ്ങിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. എല്ലാ വിഷമങ്ങളും മാറണം, എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർ നിൽക്കുന്ന ചുറ്റുപാട് അനുകൂലമാകുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഓവറോൾ എനർജിയിൽ വന്ന 7 ഓഫ് പെന്റിക്കിളാണ്. അപ്പൊ പല കാര്യങ്ങളും മാറ്റണം. അപ്പം ഈ ഒരു ഒരുപാട് കെട്ടുപാടുകളാണ് ഈ വ്യക്തിക്കുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് പുറത്ത് കടന്നേ മതിയാവൂ. അപ്പൊ അതിന് കുറച്ച് സമയം ഈ വ്യക്തിക്ക് ആവശ്യമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ആ സമയം കഴിഞ്ഞ് ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും എന്ന് തന്നെ. ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് പല കാര്യങ്ങളും അവസാനിപ്പിച്ച് പുതിയ തുടക്കങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഈ വ്യക്തി കാർമികമായ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. ആ കർമ്മ തീർന്നിട്ട് എല്ലാം ഹീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വ്യക്തിക്ക്, കാരണം ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ. പല ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കാനുണ്ട്, എല്ലാം മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ വ്യക്തി നിങ്ങളിലേക്ക് ഒരു നല്ലൊരു മനുഷ്യൻ, നല്ലൊരു വ്യക്തിയായി തിരിച്ചു വരികയുള്ളൂ എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ 3 ഏഞ്ചൽസ് കാർഡ്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പീസ്ഫുൾ റെസൊല്യൂഷൻ. അപ്പം ഇവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ അവസാനിക്കാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. ജീവിതത്തിലുണ്ടായ സംഘർഷങ്ങൾ അവസാനിക്കുകയും ഉടനെ തന്നെ ജീവിതത്തിൽ ഐക്യം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ജീവിതത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫാമിലിയുമായിട്ട്, ഫ്രണ്ട്സായിട്ട്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു അവസാനം വരുന്നു. ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്ത് പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഫോർഗീവ് ചെയ്യാനും എല്ലാം മാപ്പ് കൊടുക്കുവാനുമാണ് പറയുന്നത്. നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു ജീവിതത്തിന് പല വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി ഏഞ്ചൽസ് ആയാലും യൂണിവേഴ്സ് ആയാലും പല അടയാളങ്ങളും പല മാർഗനിർദ്ദേശങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തരും. അതുകൊണ്ട് നിങ്ങൾ ഒന്നും നിർത്തിവെക്കരുത്. മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ടേക്ക് തന്നെ പോവുക. സമാധാനപരമായി, സന്തോഷപരമായി നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്തരം സന്തോഷങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുക. പുതിയ ജീവിത സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുക.